Guys, please. Okay. பிடிச்சிருக்கு. நான் முதல் தடவை பார்க்குறேன். I only saw the rushes when we now shoot பண்ணும்போது, but I really like the job. Hats off to Akhil Paul, Anas Khan, Tovi, the heart of this movie. அது தவிர அகில் ஜார்ஜ், சமன் சாக்கோ அண்ட் ஜேக்ஸ் பிஜாய் யார் இந்த படத்தை இன்னொரு லெவலுக்கு கூட்டிட்டு போனாங்க. ஐ விஷ் யூ ஆல் அ வெரி ஹாப்பி நியூ இயர். ஐடென்டிட்டி இப்போ தியேட்டர்ஸில் ஓடிட்டு இருக்க, போயிட்டு பாருங்க. இட்ஸ் அ கிரேட் மூவி டு ஸ்டார்ட் ஆஃப் 2025 in. Thank you. ഫോറൻസിക്കിന് ശേഷം ടോവിനോട് ആ ടീം ഒന്നിക്കുന്നൊരു പടമാണല്ലോ. അപ്പോൾ ആ രീതി നോക്കുമ്പോഴത്തേക്കൊരു ആ ടീമിൻ്റെ ഒരു എഫേർട്ട് ആ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തൃഷ ടോവിനോ ജോഡി, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു തൃഷയ്ക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടില്ല. പിന്നെ വിനയ് വരുന്നുണ്ട്. വിനയുടെ നമ്മൾ കണ്ടുപരിചയിച്ചൊരു ആ ഒരു ക്യാരക്ടർ സ്റ്റൈൽ തന്നെയാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഡയറക്ഷൻ സൂപ്പർബാണ്, അതുപോലെ തന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി സൂപ്പർബാണ്. പിന്നെ ജാക്സ് വിജയുടെ മ്യൂസിക് കുഴപ്പമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വൺ ഡേ വാച്ച് മൂവി. സസ്പെൻസ് എലമെൻസ് ഒക്കെ സൂപ്പറുമാണ്. ഇത് ജുവർഗീസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറേ ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സസ്പെൻസ് ആക്ഷൻ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ജോണറാണ്. ഓരോ കുഴപ്പമില്ല, വൺ ഡേ വാച്ച് മൂവി. Excellent, adipoli. I think everybody theater ku poi parunga kandipa. Lot of effort by the team. Adu nalla screen la theriyudhu. I think directional team, everyone's done an amazing job. All the actors, Tovi, Vinay, Trisha, all the actors have done a brilliant job. A very subtle or a new age cinema kananam Malayalathil, and that's what we're seeing here. So I think it's a great job. It's a super action oriented, I mean ഒരു സസ്പെൻസ് ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരോ മൂമെൻറ്റിലും ട്വിസ്റ്റുകൾ കാണുന്ന സമയത്ത് യെസ് ഇങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ കഥ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ടോവിനോ ഗുഡ് ഫെൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആസ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ് പടം ഫിലിം. അത് ആ ഫ്ലൈറ്റിൻ്റെയും കാർ ചേസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പടം ഇങ്ങനെ പോകുന്ന സ്മൂത്തായിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രാഫാണ് അത് പോകുന്നത്. അത് പോയി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും യെസ് ഇറ്റ് എ ഗുഡ് ഫിലിം, ഒരു നല്ലൊരു പടം കണ്ടിറങ്ങിയിട്ടുള്ളൊരു ഫീൽ ചെയ്യും. താങ്ക് യു. നല്ല ത്രില്ലറാണ്, ട്വിസ്റ്റിൻ്റെ കുറേ ഇൻ്റലിജൻറ്റ് മൂവിയാണ്. ടോവിനോ താരത്തെന്ന് പറയാം. ടോവിനോ ഉണ്ണിമൂന്നൻ ലെവലിലേക്ക് വരികയാണ്, മാർക്കോ പോലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ എഡിറ്റിംഗ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്. ടോവിനോയുടെ പടമാണ്, ഫുള്ളി ടോവിനോ. പിന്നെ അർച്ചന കവിയുടെ ശക്തമായ തിരിച്ചറിവാണ്. തൃശ അണാജിയിലുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, മാർക്കോയുടെ ലെവലിലേക്ക് വരുന്ന ഫിലിമാണ്. എന്നാൽ ഫാമിലിയും കാണാൻ പറ്റും. വയലൻസ് അവസാനം മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. സ്ക്രീൻ പ്ലേ ലൂക്കറാണ്. ടോവിനോ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അതേ തന്നെ ഹാപ്പി ന്യൂ ഇയർ. 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം, പുതുവർഷം നല്ലൊരു ചിത്രത്തോടുകൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. ഐഡൻറ്റിറ്റി, നമ്മുടെ ടൊവിനോ തോമസ്, തൃഷ നായികയായിട്ടുള്ള ചിത്രം നല്ല ഒരു ചിത്രം തന്നെയായിരുന്നു. നല്ല ക്യാമറ വർക്ക്, നല്ല ഡയറക്ഷൻ, നല്ല കഥ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം 100 കോടി ക്ലബ്ബിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. എല്ലാ സംസ്ഥാനത്തുള്ള ജനങ്ങളും അതേപോലെ ഭാഷകൾ അതിർത്തി കടന്ന് ഈ ഒരു ചിത്രം കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ എടുത്തു പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കിടിലമായിട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അപ്പോൾ ആക്ടിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആക്ടിങ് ആണെങ്കിലും ആർട്ടാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സൂപ്പറാണ്. മ്യൂസിക്കും കമ്പോസിങ്ങും എല്ലാം വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു ഹോളിവുഡ് ലെവൽ, ഗംഭീര തുടക്കം, ഒരു ഹോളിവുഡ് ലെവലിൻ്റെ ഒരു നമുക്ക് ആ ഒരു രീതി തന്നെ ഈ പടം കാണാൻ പറ്റും. എന്തായാലും ഒരു പാൻ ഇന്ത്യ മൂവി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാ ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ഫോറക്സിയുടെ കമ്പയർ കുറച്ചുകൂടെ നല്ലൊരു ആക്ഷൻ സീക്വൻസ് സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു.
നല്ലൊരു ബിക്കോസ് തണ്ണീർമത്തന് ശേഷം ഞാൻ എൻ്റെ പടം തിയേറ്ററിൽ കാണുന്നത് ഇപ്പോഴായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ബിക്കോസ് പിന്നെ തിയേറ്റർ റിലീസ് ഇതാണ്. അപ്പം കുറേ നാൾക്ക് ശേഷം സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇത്രയും വലിയൊരു സ്കെയിലിൽ പടം അഭിനയിക്കാൻ പറ്റിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. വർഷം തുടങ്ങിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞു മാത്രമേ ഇരിക്കുക. ഇനി ബാക്കി ഇനിയിപ്പം ആൾക്കാർ കെയർ ചെയ്യല്ലേ ഉള്ളൂ. ഇനി അപ്പം അടുത്ത ഷോസ് കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസിൻ്റെ റിയാക്ഷൻസ് കേൾക്കാൻ വെയിറ്റിംഗ് ആണ്. സോ അപ്പോൾ എല്ലാവരും ഐഡൻറ്റിറ്റി തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായം അറിയും. താങ്ക് യു. നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ന്യൂ ഇയറിന് ഇറങ്ങിയ അടിപൊളി പടമാണ്. എല്ലാം ഉണ്ട്, ത്രില്ലറും സസ്പെൻസും ഫൈറ്റും. സൂപ്പർ. എന്തോ കാണൂ, കണ്ടു തന്നെ അറിയണം. അത് എല്ലാവരും കാണട്ടെ. നമ്മളിങ്ങനെ പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് കളയണ്ടല്ലോ. നല്ല സിനിമയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. നമ്മുടെ ഒരു 1 year ഹാർഡ് വർക്ക് എല്ലാം ഉണ്ട് ഇതിനകത്ത്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. എവറിബഡി വിൽ എൻജോയ് ഇറ്റ് ജസ്റ്റ് ഹൗ വി എൻജോയ്ഡ് മേക്കിംഗ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ അതേപോലെ ടോവിനോടൊപ്പം പാവമാണ്. ഹീസ് വെരി പാവം, വെരി ഈസി ടു വർക്ക് വിത്ത്. ഒരു സ്റ്റാർഡം ഒന്നും ഇല്ലാത്ത ആളാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ജനുവരിയിലെ ഫസ്റ്റ് പടമാണ് ഈ വർഷം. അതെ 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 അതെ. പ്രേക്ഷകർ ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ പോയി നോക്കാം. ഇനി റിവ്യൂസ് ഒക്കെ വരുമല്ലോ ഇപ്പം. അപ്പം ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾ ഒരു ലൈക്ക് ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക. ദെയർസ് ലോട്ട് ഓഫ് സ്റ്റാർസ്, ദെയർസ് ലോട്ട് ഓഫ് സ്വീറ്റ് ക്യൂട്ട് മൊമെൻറ്റ്സ്. ഒരുപാട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിചാരം. താങ്ക് യു. അഖിൽ പോളിൻ്റെ ഒരു മികച്ച രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ വന്ന ഫോറൻസിക്കിന് ശേഷമുള്ള ഒരു മൂവി. ഈ മൂവി എന്ന് പറയുന്നത് ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് തൊട്ട് നമുക്ക് ലാസ്റ്റ് വരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ആ പടം നമ്മളെ ഇരുത്തിപ്പിച്ചു, പിന്നെ ചിന്തിപ്പിച്ചു ആ പടം. നല്ലൊരു ഗുഡ് മൂവി. ത്രില്ലിംഗ് എലമെൻറ്റ്സ് കൂടുതൽ കൊണ്ടുവന്ന് നമ്മളെ ചിന്തിപ്പിച്ചിട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ വരെ ആ ഫൈറ്റിൽ വരെ നമ്മളെ പടം ഇരുത്തി എന്ന് പറയും. അതുപോലെ പടം നല്ല ഒരു ഗംഭീര പടം. ത്രില്ലടിപ്പിച്ച് കാണുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ പടം. ത്രില്ലിംഗ് മൂഡ് ഓൺ. പടം 2025 ആദ്യത്തെ സിനിമയായിട്ടാണ് ടോവിനോയുടെ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഇതൊരു ഫേസ് റെക്കഗ്നീഷൻ, അങ്ങനെയുള്ള ഒരു ഐഡൻറ്റിഫൈ, അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ അധികം കണ്ടില്ലാത്തൊരു രീതിയിലാണ് ആ സിനിമയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം വിറ്റ്നസ്സും അങ്ങനെ ക്രൈം സസ്പെക്റ്റും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും അതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതലൊരു പടം വേറൊരു ക്യാൻവാസിലേക്കാണ് മാറിയത്. പടം ഒരു ഫ്ലൈറ്റിലുള്ള രംഗങ്ങളും അങ്ങനെയുള്ള ഒരു ഫൈറ്റ് രംഗങ്ങളിലേക്ക് മാറി. പടത്തിന് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ പടം വളരെ കൺഫ്യൂസിംഗ് ആണ്. ആ കഥാ രീതി തന്നെ കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ പല സീനുകളിലും ഇപ്പോൾ ഓഡിയൻസും ആയിട്ടും കണക്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായി. അപ്പോൾ അവർ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വിചാരിച്ച ഒരു ടേക്ക് ഓഫ് ഇല്ല, ഒരു എബോ ആവറേജ് ലെവലിലേക്ക് പടം മാറിയിട്ടുണ്ട്. ഒരു 1 time വാച്ചബിൾ മൂവിയാണ് ഐഡൻറ്റിറ്റി. അല്ല, ഇത് രണ്ട് രീതിയിലാണ്. ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് രണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫോറൻസിക്കാണ് കൂടുതൽ കണക്റ്റഡ് ആയത്. ഇത് നമ്മളെന്താ പറയുക, ഇതിൻ്റെ ഒരു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന രംഗങ്ങൾ, ഇത് എങ്ങനെയാണ് ഇത് ആളെ ഫേസ് റെക്കഗ്നിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനത്തെ രംഗങ്ങൾ ടെക്നിക്കൽ വൈസ് പടം അടിപൊളിയാണ്. അതുപോലെ തന്നെ പടത്തിൻ്റെ സെറ്റപ്പ് എനിക്കറിയാൻ കഴിഞ്ഞ ഈ രണ്ടാമത്തെ ഹാഫിലുള്ള കൂടുതൽ ഫ്ലൈറ്റ് സീക്വൻസ് മൊത്തമായിട്ടും നമ്മൾ ഇത് സെറ്റിട്ടാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഒരു ഭംഗി ടെക്നിക്കലി പടം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതിൽ പടം അത്ര സക്സസ് ആയില്ല എന്നാണ് തോന്നുന്നത്. നന്നായിട്ട്